ചേച്ചി ഇതെന്നാടി ഇത്ര ലേറ്റ് ആയത്? നീ വിളിച്ച ശേഷം 4 തവണ ഇവിടെ വരാനുള്ള നേരം കഴിഞ്ഞല്ലോ. ചേട്ടൻ എന്നെ ഹോട്ടലിൽ കയറ്റി ഫുഡൊക്കെ വാങ്ങി തന്നു. ആഹാ, നീ ഒന്നും കഴിച്ചിട്ടല്ലേ കരുനാഗപ്പള്ളിന്ന് പോകുന്നത്? രാവിലെ പോകുന്നതല്ലേ ചേച്ചി, ഒരു കട്ടൻ ചായ മാത്രം കുടിച്ചത്. പേടിക്കണ്ട, ചേച്ചിക്ക് പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട്. മോളെവിടെ ചേച്ചി? രാവിലെ കുളിപ്പിച്ചു കിടത്തേന്റെ സുഖത്തിൽ കിടന്ന് നല്ല ഉറക്കവാ. ആര് കുളിപ്പിക്കും? ഓ, അത് ഞാനും വിജയേട്ടനും കൂടി ചെയ്യും. അത്രയ്ക്കൊക്കെ ചെയ്യാറായോ ചേച്ചിക്ക്? 1.5 മാസമായില്ലേ, ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങിയിടി. ആരും സഹായത്തിനില്ലാത്തവരല്ലാതെന്താ ചെയ്യാ? ഓ, ആര് സഹായത്തിനില്ലാത്ത അനാഥ പൈതങ്ങള്. ആരുടെ സഹായം വേണ്ടാത്തവരെന്ന് പറ. ചേച്ചിക്ക് മര്യാദയ്ക്ക് കരുനാഗപ്പള്ളി ഒന്ന് പ്രസവം എടുത്താ പോരായിരുന്നോ? നിന്നെ അമ്മയൊന്നും ഒരുപാട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാ. ഓ, എന്തൊരു വിശാല മനസ്കരൻ. അതുകൊണ്ട് ഇപ്പൊ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒന്ന് പോ ചേച്ചി. ഇതെന്താ വിജയേട്ടാ? പത്തിരിയും മട്ടൻ കറി. എന്താ ആയുർവേദം കഴിക്കുന്നതിന് ഇടയ്ക്കാണോ നോൺ വെജ്? എടി മട്ടൻ കുഴപ്പമില്ല. ജാനിയുടെ മുറിയിലെങ്ങാനും കാണും. അങ്ങനെ ഒരിടത്തും അടങ്ങിയിരിക്കുന്ന സ്വഭാവം അല്ലല്ലോ. ജാനി, ജാനി മോളെ. വിജയേട്ടൻ ഇനി ഓഫീസിലോട്ട് പോണ്ടേ? ആ, നോക്കട്ടെ. ജാനിക്കുട്ടി മോളെ. ജാനി, ജാനി. സമയം കളയാണ്ട് പോ വിജയേട്ടാ. അവളുടെ കാര്യത്തിൽ ഞങ്ങളുണ്ടല്ലോ ഇവിടെ. ഞാൻ അവളെ എവിടെയെന്ന് നോക്കിയിട്ടേ ഉള്ളൂ. ജാനിക്കുട്ടി, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എവിടെയെങ്കിലും കാണും. അങ്ങനെ എവിടെയെങ്കിലും കണ്ടാ മതിയോ? ഇതെന്താ പട്ടിയോ പൂച്ചയോ മറ്റാണോ? ജാനിക്കുട്ടി, അച്ഛന്റെ ചക്കര എവിടെയാ? ചേടാ, സ്കൂൾ ബാഗൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ എവിടെ പോയി? രത്നമ്മയോട് പിണങ്ങിക്കാണും. വിജയേട്ടനെന്താ ഷർട്ട് മാറുന്നേ? പോണില്ലേ ഓഫീസില്? ജാനിമോള് പിണങ്ങിയിരിക്കുക അല്ലടി. അവളാ കിണറിന്റെ അപ്പുറത്ത് പോയി പിണങ്ങിയിരിപ്പുണ്ട്. എനിക്ക് മനസ്സിലായടി. നീ അവളെ വഴക്ക് പറയോ നല്ലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. വിജയേട്ടാ, ഞാൻ അവളോടൊരു കാര്യം. വേണ്ട, നീ ഇനി വിസ്തരിക്കണ്ട. ഞാനേ അവളോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. എന്താ ചേച്ചി പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഇപ്പൊ കേക്കാം. ജാനിമോളെ, 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 മോളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? അമ്മ വഴക്ക് പറഞ്ഞോ? അയ്യടാ, കരയാനും മാത്രം അമ്മ എന്താ ചെയ്തത്? അമ്മ തല്ലി. തല്ലിയോ? എന്തിനാ എന്റെ മോളെ അമ്മ തല്ലിയത്?
കുഞ്ഞവളെ മൂത്രം തുടയ്ക്കാൻ പറഞ്ഞു, എന്നിട്ട് തല്ലി. ആ അതൊന്ന് ചോദിക്കണമല്ലോ അമ്മയോട്. ആഹാ അത്രയ്ക്കായോ? മൂത്രം പറ്റിയ തുണി ഇവിടെയും തേച്ചു. അങ്ങനെയൊക്കെ ചെയ്തോ അമ്മ? എന്നിട്ട് ആ തുണി എന്നെ കൊണ്ട് കഴുകിച്ചു. ഇതച്ഛൻ ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. മോള് കരയണ്ട കേട്ടോ. ഇപ്പൊ തന്നെ ചോദിക്കാ? പിന്നെ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. അച്ഛാ, ദേ അമ്മ. രത്തമ്മേ, നീ ജാനിമോളെ വഴക്ക് പറഞ്ഞോ? ആ പറഞ്ഞു. വഴക്ക് പറയും മാത്രമല്ല, നല്ല അടിയും വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിന്? എന്തിനാണെന്ന് അവൾക്കറിയാം. അത് പോരല്ലോ, ഞാൻ അറിയണ്ടേ എന്തിനാ ജാനിമോളെ തല്ലിയതും വഴക്ക് പറഞ്ഞതും? പറഞ്ഞ അനുസരിക്കാഞ്ഞിട്ട്. അവൾ എന്താ അനുസരിക്കാതിരുന്നത്? അതൊക്കെ വേണ്ട പോലെ പറഞ്ഞു കേൾപ്പിച്ചു കാണുമല്ലോ വിജയേട്ടൻ വന്ന ഉടനെ തന്നെ. രത്നമ്മേ, നീ കുഞ്ഞിനേക്കാളും ചെറുതാവരുത്. വിജയേട്ടനെ ചെറുതാവുന്നേ. മുതിർന്നവർ അനുസരണക്കേടിനും ഗുരുത്തക്കേടിനും ഒക്കെ കുട്ടികളെ ശാസിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്തെന്നിരിക്കും. ക്ലാസ്സിൽ വികൃതി കാണിക്കുന്ന കുട്ടികളെയും പഠിക്കാത്ത കുട്ടികളെയൊക്കെ ഞാൻ അടിക്കാറുണ്ട്. അവരുടെ എല്ലാ അച്ഛനമ്മമാരെ അതിനെല്ലാം സമാധാനം ചോദിക്കാൻ സ്കൂളിലോട്ട് വന്ന ടീച്ചർമാർ എന്ത് ചെയ്യും? അതുപോലെയാണോ ഇത്? ഇതിനെന്താ പ്രത്യേകത? ഞാൻ ചിലപ്പോ ജാനിയെ തല്ലിയെന്നിരിക്കും, വഴക്ക് പറഞ്ഞെന്നിരിക്കും, തലയ്ക്ക് കിഴുക്ക് കൊടുത്തെന്നും ഇരിക്കും. അതിനല്ല അവള് വിജയേട്ടനോട് പരാതി പറയാ, വിജയേട്ടൻ ഉടനെ അത് കേട്ടോണ്ട് എന്നോട് കൂട്ടി ചോദിക്കാൻ വരിക. ഞാനെന്താ ഇവിടുത്തെ വേലക്കാരിയാണോ? എനിക്കറിയാം കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന്. അപ്പൊ നിനക്കും ഇതേ ആരുമില്ല. നീയാണ് ഈ വീട്ടിലെ സർവാധികാരി. നിന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. നീ ചെയ്യുന്നതെല്ലാം 100% ശരി എന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ നീ എന്താടി പറഞ്ഞത്? ജാനിയുടെ കാര്യത്തിൽ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതായത് നിനക്ക് ഇനി ഇവളെ വേണ്ട. തോന്നുമ്പോഴെല്ലാം നിലത്തിട്ട് ചവിട്ടി തൂക്കാം. എന്ത് ചെയ്താലും ചോദിക്കാൻ ആരും ഉണ്ടാവരുത്. അതാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? പിന്നെ എന്താടി നീ പറഞ്ഞത്? നീ ചെറ്റത്തരം കാണിച്ചാൽ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമില്ലെങ്കിൽ പിന്നെ ആർക്കാ അവകാശം? എനിക്ക് പകരം നീ വേറെ വല്ലവനെയും കണ്ടുവച്ചിട്ടുണ്ടോ ചോദിക്കാനും പറയാനും? ഞാൻ എന്ത് ചെറ്റത്തരാ കാണിച്ചത്? നീ ഈ കുഞ്ഞിനെ കൊണ്ട് സൂര്യമോളുടെ മൂത്രം തുടപ്പിക്കുകയും മൂത്രത്തുണി കഴിക്കുകയും ചെയ്തോ? ഓ, അതാണോ വലിയ തെറ്റായി പോയത്? പെൺകുട്ടികൾ അനുസരണ പഠിക്കണ്ടേ വിജയേട്ടാ? ഞാൻ എന്നും ചെയ്യുന്ന ജോലിയല്ലേ ഇവളോട് ഒരു നേരം ചെയ്യാൻ പറഞ്ഞത്? അപ്പൊ അവൾക്ക് അത് അറയ്ക്കുന്നു. അതൊന്ന് മാറ്റിയെടുക്കണ്ടേ? എടേ, കുട്ടികൾക്ക് അറയ്ക്കും. ഞാൻ ചെയ്യുന്നില്ലേ ഒരറപ്പും ഇല്ലാണ്ട്? നീ കുഞ്ഞിന്റെ അമ്മയാ. നീ അത് ചെയ്യാൻ കടപ്പെട്ടവള്. നീ അല്ലാതെ മറ്റാര് ചെയ്യോ അത്? എടി, നീ നിന്നെയും ജാനിക്കുട്ടി ഒരുപോലെയാണോ കാണുന്നത്? ഞാൻ ഓരോരോ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു കൈ സഹായിക്കാൻ ഇവളല്ലേ ഉള്ളൂ. ഇവൾക്ക് ഈ അറപ്പൊക്കെ മാറണ്ടേ? ഓ, നീ ഇവളെ മലവും മൂത്രം എടുത്ത് പരിശീലിപ്പിക്കുകയാണോ? ഭാവിയിൽ നീ കിടപ്പിലാകുന്ന കാലത്ത് ഉപകാരപ്പെട്ടെങ്കിലോ, അല്ലേ? വിജയേട്ടൻ ഇവളെ വേറിട്ട് കാണുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഈ വീട്ടിലെ കുട്ടിയായിട്ടല്ല വിജയേട്ടൻ ഇവളെ കാണുന്നേ. ഏതോ വലിയ രാജകുമാരിയാണെന്ന മട്ടില്ല. അത്രയും വിശേഷപ്പെട്ട ഒരു പരിഗണന കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാൻ വേണ്ട.
ആരടി വേറിട്ട് കാണുന്നേ? നിന്റെ സ്വന്തം കുഞ്ഞായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യൂ? മോളുടെ കയ്യിലും മുഖത്തും മൂത്രത്തിനൊഴിച്ച് തേച്ചിരിക്കുന്നു. ഒരമ്മ മകളോട് ചെയ്യുന്ന പണിയാണോടിയത്? നിന്റെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കാനടി വേണ്ടത്. നന്ദി കെട്ടോളെ. ആ, നീ ഇതുവരെ ഉറങ്ങിയില്ലടി? ചേട്ടൻ എവിടെയായിരുന്നു ഇത്രയും നേരം? ഇവിടെ ബാക്കിയുള്ളൊരു വിഷമിച്ചിരിക്കുക. ആര് വിഷമിച്ചു? നീ വിഷമിച്ചില്ലല്ലോ. ഓ, എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം സാരമില്ല. ഈ വിഷമം എല്ലാവർക്കും ഉണ്ടേ. അതാരുടെയും കുത്തകയൊന്നും അല്ല. ചേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? മരുന്നിനിത്തിരി. ആ, പിള്ളേരൊക്കെ ഉറങ്ങിയോടെ? ആ, ഞാൻ നോക്കിയില്ല. ആ, ആഹാ, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? ഇന്നേ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അതാ സംഭവം. വാതിലെല്ലാം അടച്ചേക്ക്. സോറി അച്ഛനെ. അച്ഛൻ ലേശം കഴിച്ചിട്ടുണ്ട്, ടെൻഷൻ കൊണ്ടാ. സോറി ട്ടാ. കൊള്ളാം, അസലായിട്ടുണ്ട്. പ്രൈമറി സ്കൂളിലെ കുട്ടികൾ കളിക്കുന്ന മോണോ ആക്ട് ഇതിനേക്കാൾ എത്രയോ ഭേദം. നിനക്ക് മനസ്സിലാവില്ലടി എന്റെ വിഷമം. പക്ഷേ എന്റെ കുഞ്ഞിന് ചിലപ്പോ മനസ്സിലാവും. കാരണം ഇതിന്റെ മനസ്സിൽ കളങ്കമില്ല, അതാ. എന്നെ ചീത്ത വിളിച്ചോണ്ട് പോയിട്ട് വിഷമം മുഴുവൻ നിങ്ങൾക്ക് അല്ലേ? അതെ, എന്റെ മനസ്സിൽ കിടന്ന് തിളച്ച അത്രയും ചീത്ത പുറത്തോട്ട് വന്നില്ല. പറയേണ്ടത്രയും പറയാനും പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ വിജയേട്ടൻ ജാനിയുടെ സുനിതയുടെ മുമ്പിൽ വെച്ച് അത്രയും കിടന്ന് ചാടിയത്? ജാനിയുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കാനോ? അതോ ഭാര്യ എനിക്ക് വെറും പുല്ലാണെന്ന് എന്റെ അനുജത്തിക്ക് കാട്ടിക്കൊടുക്കാനോ? ഉറങ്ങുന്നവരൊക്കെ കിടന്നുറങ്ങിക്കോട്ടെ. എനിക്കൊരു കാര്യം അറിയണം. ജാനിയെ കൊണ്ട് ഞാൻ സൂര്യമളുടെ മൂത്രം തുടപ്പിച്ചാനാണല്ലോ വിജയേട്ടൻ ഇവിടെ കലാപം ഉണ്ടാക്കിയത്. വിജയേട്ടന് ജാനിയാണോ വലുത്, അതോ നമ്മുടെ മോളാണോ? ഒരു വിഡ്ഢിച്ചിരി ചിരിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. എനിക്ക് മറുപടി കിട്ടണം. ഇത്രയും ബാലിശമായ ചോദ്യം ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ല. അതുകൊണ്ടാ ചിരിച്ചത്. ബാലിശമായ ചോദ്യോ? എടീ, നീ ആ കൊച്ചിനോട് കാണിച്ച നെറികേടും ഈ ചോദ്യവും തമ്മിൽ എന്താ ബന്ധം? പുലബന്ധം എന്നൊക്കെ പറയില്ലേ, അത്രയെങ്കിലും ഉണ്ടോ? ശരി, ഒരു ബന്ധമില്ലാത്ത ചോദ്യമായിട്ട് കരുതിയാൽ മതി. വിജയേട്ടന് ജാനിയാണോ വലുത്, അതോ സൂര്യമോളാണോ? എനിക്ക് എൻ്റെ മോള് തന്നെ വലുത്. പക്ഷേ അതാണ് ഇന്നെൻ്റെ ഏറ്റവും വലിയ മനസാക്ഷി കുത്ത്. നിനക്കില്ലാതെ പോയതും അതാ.
എനിക്ക് മനസാക്ഷി കുത്തിന്റെ യാതൊരു ആവശ്യമില്ല. അതാണടി ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. നെറുകേട് കാണിക്കാനും വാക്ക് മാറാനും ഒരു നിമിഷം മതി. ഞാൻ എന്ത് നെറുകേടാ കാണിച്ചത്? ആരോട് കാണിച്ചു? ഗോവിന്ദൻകുട്ടിയോട്. സ്വന്തം മോളായി കരുതി വളർത്തിക്കോളാമെന്ന് വാക്ക് പറഞ്ഞ് അയാളുടെ വീട്ടിൽ ചെന്ന് എരന്ന് വാങ്ങിച്ച അയാളുടെ മോളുണ്ടല്ലോ, അതിനോട്. വാക്ക് കൊടുത്തെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പോറ്റുന്നുണ്ട്. നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ? ഇത്രയും രസം പിടിച്ചൊരു ഒഴിവ് കഴിവ് വേറെ ഇല്ലല്ലോ. നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ നീ അതിൻ്റെ മുഖത്തും ദേഹത്തും മൂത്രത്തുണിയിട്ട് തേച്ചു. നാളെ നീ നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ അതിൻ്റെ പുറത്തും നെഞ്ചത്തും ചട്ടുകാൻ പഠിപ്പിച്ചു നോക്കി. ഞാൻ അത്ര വലിയ മഹാപാപം ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നീ ഒന്നോർക്കണം, നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നവരെ ജാനി നമ്മുടെ മോളായിരുന്നു. നമ്മളെങ്ങനെയാ അവളെ കൊണ്ടുവരുന്നത്? നീ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, രാജകുമാരിയായിട്ട് അവളെ കരുതാൻ പറ്റില്ലെന്ന്. പക്ഷേ നീ ഗോവിന്ദൻകുട്ടി കൊടുത്ത വാക്കെന്താണെന്ന് ഓർമ്മയുണ്ടോ? രാജകുമാരിയെ പോലെ വളർത്തിക്കോളാമെന്ന്. എന്തൊരു വിരോധാഭാസം അല്ലേ? നമ്മൾ രാജകുമാരിയായിട്ട് തന്നെ വളർത്തിയത്, നക്ഷത്രം പോലെയാ കൊണ്ടുവരുന്നത്. നമ്മുടെ കണ്ണിലുണ്ണിയായിരുന്നു അവള്. നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നവരെ ആകാശത്തോളം ഉയർത്തിപ്പിടിച്ചിട്ട് ഇപ്പോ നമ്മളവളെ താഴെ ഇട്ടു. ഇനി ഒരിക്കലും അവളുടെ അച്ഛനും അമ്മയാവാൻ നമുക്ക് പറ്റില്ല. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ രത്നമേ, ആ കുഞ്ഞിനറിയില്ലല്ലോ ഞാനും നീയും അവളുടെ അച്ഛനും അമ്മയല്ലെന്ന്. പക്ഷെ അവൾക്ക് ഒന്നറിയാം, അച്ഛനും അമ്മയ്ക്കും ഇപ്പോ അവളോട് സ്നേഹമില്ലെന്ന്. അച്ഛനും അമ്മയ്ക്കിപ്പോ അവളെ വേണ്ടാന്ന്. അവളിതെങ്ങനെ സഹിക്കുന്നത്തമ്മേ? എനിക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ. നീ എത്രത്തോളം ആ കുഞ്ഞിനെ ദ്രോഹിക്കുന്നു അത്രത്തോളം താണു വീണ് അവളുടെ പാദം തൊട്ട് മാപ്പ് പറയാ, പൊറുക്കണേ മോളെന്ന്. അല്ലാതെ എന്ത് ചെയ്യും ഞാൻ? ഇതൊരു കുടുംബമായി പോയില്ലേ? തല്ലിപ്പിരിയാൻ വയ്യല്ലോ. നിന്റെ അറപ്പ് തീരട്ടെ.
എടി തുടയ്ക്കാൻ. തുടയ്ക്കടി, തുടയ്ക്ക്, പറഞ്ഞ അനുസരിക്കടി. സോപ്പ് തേച്ചിട്ട് നല്ലപോലെ തിരുമണം. എന്നിട്ട് ബക്കറ്റിലെ വെള്ളത്തിലിട്ട് കഴുകണം. അത് കഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണം. ഞാൻ ചെയ്യുന്നത് നീ കണ്ടിട്ടില്ലേ?